നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന പെൺകുട്ടി അനുശ്രീ എന്നാണ് ആ കുട്ടിയുടെ പേര്. അനുശ്രീ പൂയം നക്ഷത്രമാണ്. 25 വയസ്സ്. 25 ഈ 18-ാം തീയതിക്കാണ് 25 വയസ്സാവുള്ളൂ. ഹൈറ്റ് 153 സെന്റിമീറ്റർ. വെയിറ്റ് വന്നിട്ട് 51 kg. MSc സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ആ കുട്ടിയുടെ സബ്ജക്റ്റ്. ഇപ്പോൾ ഇൻഫോപാക്കിലെ ഒരു പ്രശസ്തമായ MNCയിലാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛൻ ഭാസ്കരൻ, അമ്മ രേഖ ഭാസ്കരൻ, ഒരു ബ്രദർ ബിടെക് സ്റ്റുഡൻ്റ് ആണ്. തൃശ്ശൂരാണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. നല്ല ഒരു ഒതുക്കമുള്ള ഒരു ഫാമിലി. അവരെ എൻ്റെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കുട്ടിയൊക്കെ ആയിട്ട് കുറേ നേരം സംസാരിച്ചു. നല്ല ഒരു കുട്ടി, നല്ല വ്യക്തമായ കാഴ്ചപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉള്ള മകൾ. അച്ഛനും അമ്മയും അവർക്ക് ബിസിനസ്സാണ്. അപ്പോൾ നല്ല ഒരു ഫാമിലി കാര്യങ്ങൾ. താല്പര്യമുള്ള രക്ഷിതാക്കൾക്ക് വള്ളുവനാട് മാട്രിമോണിയലുമായിട്ട് ബന്ധപ്പെടാം. തീർച്ചയായിട്ടും ഞാൻ അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അനുശ്രീയെ കുറിച്ച് ഒരിക്കൽ കൂടെ ഞാൻ പറയാം. അനുശ്രീ 25 വയസ്സ്. ഹൈറ്റ് 153 സെന്റിമീറ്റർ. 51 kg വെയിറ്റ്. MSc ആണ് അവർ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ. MSc സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് സബ്ജക്റ്റ്. പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രം. അച്ഛൻ ഭാസ്കരൻ, അമ്മ രേഖ ഭാസ്കരൻ, ഒരു സഹോദരൻ ബിടെക് സ്റ്റുഡൻറ്. തൃശ്ശൂരാണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഈ കുട്ടി വർക്ക് ചെയ്യുന്നത് എറണാകുളത്താണ്. താല്പര്യമുള്ള ആൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലുമായിട്ട് ബന്ധപ്പെടാം. എല്ലാ വീഡിയോകളിലും പറയുന്ന 1-2 കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. വീട്ടിൽ കുട്ടികൾക്ക് വിവാഹം നോക്കുന്നതിൻ്റെ മുന്നോടിയായി അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ എല്ലാവരുമായി വിവാഹം നോക്കേണ്ട കുട്ടി സംസാരിക്കണം. നന്നായിട്ട് സംസാരിക്കുക. എന്താണ് ഈ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിവാഹം നോക്കാൻ പോകുന്ന കുട്ടിക്ക് പല തരത്തിലുള്ള അഭിപ്രായങ്ങളും ഉണ്ടാകാം. ചിലപ്പോൾ പറയും, ഞാൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്, എനിക്ക് ബാംഗ്ലൂർ ഉള്ള ആളെ കിട്ടിയാൽ നന്നായി. ഞാൻ എംടെക് ആണ് ഞാൻ പാസ്സായിരിക്കുന്നത്, അപ്പോൾ എനിക്ക് അതേപോലുള്ളൊരു ക്വാളിഫിക്കേഷനുള്ള കുട്ടികളെ കിട്ടിയാൽ നന്നായി. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ആ കുട്ടിക്ക് പറയാനുണ്ടാവും. അത് നന്നായിട്ട് മനസ്സിലാക്കുക. ചിലപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന സമയത്തായിരിക്കും ആ കുട്ടി പറയുക, എനിക്ക് ആൾറെഡി ഒരു ലവ് അഫെയർ ഉണ്ട്, അതുകൊണ്ട് നിങ്ങളത് നടത്തി തരണമെന്ന്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വീകാര്യമാകുന്ന ഒരു ഫാമിലിയാണ് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടത്തി കൊടുക്കണം. അല്ലെങ്കിൽ ആ കുട്ടിയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇനി അഥവാ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചതിന് ശേഷവും കുട്ടി നിർബന്ധം പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ആ പറഞ്ഞതിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. അപ്പോൾ കുട്ടിയായിട്ട് നന്നായിട്ട് സംസാരിക്കുക. അതിനുശേഷം നിങ്ങളുടെ തറവാട്ടിലെ ധർമ്മദൈവങ്ങളെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം നല്ലൊരു മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്യുക. നല്ല മാട്രിമോണിയൽ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അനാവശ്യമായിട്ട് പൈസ കൊണ്ടേ കളയരുത്. അവരെ പറ്റി പൊതുവെ ഒരു അഭിപ്രായം എടുക്കുക. ഇന്നൊക്കെ ഇപ്പോൾ ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് വിവരങ്ങൾ കിട്ടും. സോഷ്യൽ മീഡിയ വഴി പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവിടെ രജിസ്റ്റർ ചെയ്യുക.
രജിസ്റ്റർ ചെയ്ത് പ്രൊഫൈലുകൾ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് സംസാരിക്കുക. ആൺകുട്ടികളുടെ വീട്ടുകാർ, പെൺകുട്ടികളുടെ വീട്ടുകാർ നന്നായി സംസാരിക്കുക. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫോട്ടോ ഒക്കെ കണ്ടു, ജാതകം ചേർന്നു, ഒക്കെ ഓക്കെയാണ് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 10-15 ദിവസമെങ്കിലും മിനിമം അവർ വാട്സാപ്പ് കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്തതിന് ശേഷം അടിസ്ഥാനപരമായിട്ട് 4-5 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് പ്രസന്റ്ലി അല്ലെങ്കിൽ ആസ് ഓഫ് നൗ വല്ല ലവ് അഫെയർ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. പഴയ കാര്യങ്ങളല്ല, ഇപ്പൊ ലൈവായിട്ട് വല്ലതും ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അച്ഛൻ, അമ്മ, കുടുംബം, തറവാട് എവിടെ, എന്താ, ഏതാന്നൊക്കെ ഉള്ളത് നന്നായിട്ട് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. നാലാമത്തെ കാര്യം എഡ്യൂക്കേഷൻ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. എന്തൊക്കെയാണ്, ഏത് കോളേജിലാണ് പഠിച്ചിരിക്കുന്നത്, എവിടെ, എന്താ, ഏതാന്നൊക്കെ ഉള്ളത്. അടുത്തത് അമിതമായ ഹോം ലോണുകൾ വല്ലതും ഉണ്ടോ. ഹോം ലോൺ അല്ല, വല്ല ബാങ്കിങ് ലോൺസ്, പേഴ്സണൽ ലോൺ, വെഹിക്കിൾ ലോൺ, ഇങ്ങനെയൊക്കെയുള്ള പല ലോണുകളും ഉണ്ടാകാം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല ഡിസ്കഷനിൽ കൂടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതെല്ലാം മനസ്സിലാക്കി ഏകദേശം ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് വെച്ച് കാണണം ആൺകുട്ടിയും പെൺകുട്ടിയും. പുറത്ത് വെച്ച് കാണുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴായിരിക്കും കൃത്യമായിട്ട് കുട്ടികൾ കാര്യങ്ങൾ പറയുക. ഇത് ഞാൻ അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് കാണാൻ വരികയാണ്, നീ വേറെ നോക്കിക്കോളൂ എന്നൊക്കെ പറയുന്ന അത്രയും കുട്ടികളെ എനിക്കറിയാം. അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് മംഗളമായിട്ട് നമ്മളുടെ കുട്ടികളുടെ വിവാഹങ്ങൾ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും കഴിയാവുന്നത്ര നന്നായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക, ഭംഗിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.